ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പുതിയ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻസ് ആണ് അടുത്ത. ഹെഡ് ഓഫ് ഇൻകം ആണ്, നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ദിസ് ഈസ് ദ ഫോർത്ത് ഹെഡ് ഓഫ് ഇൻകം. സോ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുമ്പോൾ നോർമലി അത് നമുക്ക് ഉണ്ടാകുന്ന ക്യാപിറ്റൽ അസറ്റ്സ് അല്ലെങ്കിൽ അസറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗെയിനെയാണ്. ഇപ്പോൾ പണ്ട് നമ്മളൊരു 10 ലക്ഷം രൂപയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 lakhs വാങ്ങുകയും ഈ ഇയറിൽ നമ്മളൊരു 20 lakhs വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് എ നോർമൽ ഗെയിൻ ഓഫ് 10 lakhs. ആ ഒരു ഗെയിൻ ആണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി അതിൽ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ വാട്ട് ഈസ് എ ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടാകുന്ന ഗെയിനാണ് ക്യാപിറ്റൽ ഗെയിൻ ഇരിക്കെ വാട്ട് ഈസ് എ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. സോ എനി ടൈപ്പ് ഓഫ് അസറ്റ്സ്, മൂവബിൾ, ഇമ്മൂവബിൾ, അതുപോലെ തന്നെ ഫിക്സഡ്, ഫ്ലോട്ടിംഗ്, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ഓൾ ദ അസറ്റ്സ് ആർ കമ്മിങ് അണ്ടർ ദി ഡെഫിനേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ അസറ്റ്സിന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് അത് തന്നെയാണ്. എങ്കിലും ദർ ആർ സം എക്സെംഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് എക്സെംഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ട്രേഡിലുള്ള ഗുഡ്സോ അതുപോലെ തന്നെ കമേഴ്ഷ്യൽസ് ആയിട്ടുള്ള സ്റ്റോഴ്സോ മെറ്റീരിയൽസ് അങ്ങനെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതൊന്നും നമുക്കതിനെ ക്യാപിറ്റൽ അസറ്റിൽ പറയാൻ പറ്റില്ല. അതുപോലെ ചെറിയതായിട്ടുള്ള മൂവബിൾ അസറ്റ്സ് ആയിട്ടുള്ള TV, റെഫ്രിജറേറ്റർ, അത് നോട്ട് ഡൗൺ ചെയ്യുക. അത്തരത്തിലുള്ള അസറ്റ്സ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് റൂറൽ ഏരിയ ഉള്ള ഒരു അഗ്രികൾച്ചറൽ ലാൻഡ്, അർബൻ ഏരിയയിലുള്ള ഒരു അഗ്രികൾച്ചറൽ ലാൻഡ്, അതിനെ നമുക്കൊന്നും അങ്ങനെ ചില എക്സെംഷൻസ് ആർ ദർ. അതിനൊന്നും നമുക്ക് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതർവൈസ് ഓൾ ദി അസറ്റ്സ് നമുക്കതിനെ ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സെംഷൻസ് പ്രത്യേകിച്ച് പഠിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതും അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെയാണ്. ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ്സ് അല്ലാത്തത് അത് പഠിക്കുന്നതായിരിക്കും കമ്പാരിറ്റീവ്ലി ഈസിയർ. ഓൾ ദി അതർ അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ക്യാപിറ്റൽ അസറ്റ്സ്. അതിനെ എഗെയിൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റും ഉണ്ട്, ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഡിസൈഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വി ഷുഡ് ഹോൾഡ് ദെം ഫോർ അറ്റ്ലീസ്റ്റ് 36 months. 36 മാസം, അതായത് 3 വർഷം നമ്മൾ എന്തൊരു അസറ്റിനെയും ഹോൾഡ് ചെയ്താൽ അത് ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 36 മാസമാണ് ഒരു നോർമൽ പീരിയഡ് എന്ന് പറയുന്നത്. ഇനി അത് ലാൻഡ് അതുപോലെ ബിൽഡിംഗ് പോലെയുള്ള ഇമൂവബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 3 വർഷം എന്നുള്ളത് 2 വർഷം ഹോൾഡ് ചെയ്താൽ മതിയാവും. 2 വർഷം നമ്മളൊരു അസറ്റിനെ, ഇമൂവബിൾ ആയിട്ടുള്ളൊരു അസറ്റിനെ ഹോൾഡ് ചെയ്താൽ അത് ലോങ് ടേം ആയി. അപ്പോൾ അതിൽ നോർമലി അതിന് 2 വർഷത്തെ താഴെയോ അല്ലെങ്കിൽ 3 വർഷത്തെ താഴെയോ ഹോൾഡ് ചെയ്തിട്ടുള്ള അസറ്റ്സ് എല്ലാം ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ് ആണ്. ഇനി നമുക്ക് ഡിബഞ്ചേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും വല്ല കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ ഷെയർ ഹോൾഡിങ്സ് അങ്ങനെ എന്തെങ്കിലും ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ബോണ്ട്സ് അങ്ങനെ എന്തെങ്കിലും ഹോൾഡിങ്സ് ഉണ്ടെങ്കിൽ ഇത്രയും സമയം ആവശ്യമില്ല. ഇഫ് വി ഹോൾഡ് ദെം ഫോർ അറ്റ്ലീസ്റ്റ് 1 year ടൈം പീരിയഡ് ദേ വിൽ ബിക്കം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ്. എൽസ് ഇഫ് നമ്മളത് 1 year താഴെയാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ഇത് മൂന്നും മനസ്സിലാക്കുക. എനി അസറ്റ് വിച്ച് വി ഹോൾഡ് ദം ഫോർ 3 years or so, 3 years or more, it will become long term capital asset. അത് 3 years ലെസ് ആണെങ്കിൽ ഷോർട്ട് ടേം ആവും. ഇഫ് ഇറ്റ് ഇസ് an immovable property like land or building or any like that, it will become long term if we hold them for more than 2 years. If it is an investment or a share or a debenture, if we hold them for 1 year, അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആവും. അപ്പോൾ ഇതാണ് അസറ്റ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അത് എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരിട്ട് എങ്ങനെയാണ് അസറ്റിൻ്റെ വാല്യൂ കമ്പ്യൂട്ടേഷൻ, ലോങ് ടേം ഷോർട്ട് ടേം അസറ്റ് വാല്യൂ കമ്പ്യൂട്ടേഷൻ നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. കോസ്റ്റ് ഓഫ് അതിൻ്റെ ഒരു ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കൺസിഡറേഷൻ എത്രയാണോ, അതായത് വിറ്റ വില, അത് കൺസിഡറേഷൻ, പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് കൺസിഡറേഷൻ. നമ്മളൊരു സാധനം വിറ്റ വിലയിൽ നിന്ന് അതിൻ്റെ വാങ്ങിയ വില മൈനസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പറയുമ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, എനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. എന്തെങ്കിലും ഫർദർ കോസ്റ്റ് നമ്മൾ അതിൽ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, മറ്റ് ബ്രോക്കറേജ് അങ്ങനത്തെ കമ്മീഷൻ എക്സ്പെൻസസ്, അങ്ങനെ എല്ലാ അത്തരത്തിലുള്ള എക്സ്പെൻസസും വാങ്ങിയ വിലയും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഒരു ചെറിയ എക്സാമ്പിൾ അതിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ചെറിയ എക്സാമ്പിളാണ്. അയാളൊരു 11,35,000 രൂപയ്ക്ക് ഒരു അസറ്റ് വിൽക്കുന്നു. അതിൻ്റെ വാങ്ങിയ വില 4,35,000, 15,000 അയാൾ ബ്രോക്കറേജും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. സോ ദെൻ ദ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, STCG എന്ന് പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇറ്റ് കംസ് ടു 6,85,000. അപ്പോൾ ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ല, കൂടുതലായിട്ട് ലോങ് ടേം ആയിട്ടുള്ള അസറ്റ്സിൻ്റെ ഗെയിനാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളതുകൊണ്ട് നമുക്കതിലേക്ക് നോക്കാം. ദിസ് ഈസ് ഹൗ വി കമ്പ്യൂട്ട് ദ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇഫ് നമ്മൾ പണ്ട് വാങ്ങിയൊരു പ്രോപ്പർട്ടിയാണ്, 2000-ലോ 98-ലോ ഒക്കെ വാങ്ങിയൊരു പ്രോപ്പർട്ടീനെ നമ്മൾ 2019-ലോ 2020-ലൊക്കെ വിൽക്കുമ്പോൾ
എന്തായാലും അതിൻ്റെ വാങ്ങിയ വില വളരെ പഴയതാണ് അല്ലേ, പണ്ട് വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വില നമുക്ക് ഇപ്പോഴത്തെ ഒരു ലെവലുമായിട്ട്, പ്രൈസ് ലെവലുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിനാണ് നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് വാങ്ങിയ വിലേനെ നമ്മൾ, അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ ഒറിജിനൽ പ്രൈസിനെ കറൻറ്റ് പ്രൈസ് ലെവലുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടേഷൻ വന്നാലേ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആ ഇൻഡെക്സേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ബേസ് ഇയർ 2001-2 100 ആണ് അതിൻ്റെ ബേസ് ഇയർ ഇൻഡെക്സ് വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 2021 301. നമുക്ക് വേണ്ടത് 2019-20ലെയാണ്. ദാറ്റ് ഈസ് അവർ ഇയർ ഓഫ് സെയിൽസ് അല്ലേ. പ്രീവിയസ് ഇയറിലെയാണ് നമ്മൾ ഇപ്പോൾ അസസ്മെൻറ്റ് ഇയറിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. 19-20 നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ വേണ്ടത് 289. അതുപോലെ ഇതെല്ലാം നോട്ട് ഡൗൺ ചെയ്യുക, എന്നാലേ നമുക്കത് ഇൻഡെക്സേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇത് നമുക്ക് ആവശ്യമാണ്. അത് എന്തിനാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് നോക്കൂ. നെറ്റ് കൺസിഡറേഷൻ എത്രയാണെന്ന് കാണുന്നു. അതിൽ നിന്ന് നമ്മൾ വെറുതെ കോസ്റ്റ് ഓഫ് അക്വിസിഷന് പകരം ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റുമാണ് മൈനസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പഴയ വിലയിൽ നിന്ന് മാറ്റി പുതിയ വില ആക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ വാങ്ങിയ വിലയും ഇംപ്രൂവ്മെൻറ്റും എല്ലാം മൈനസ് ചെയ്യുന്നത്. അത്രയും വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. അപ്പോഴാണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെ അത് ഇൻഡെക്സ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു ആ ഒരു CII, ദറ്റ് ഈസ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഇസ് സോൾഡ്, ഏത് ഇയറിലാണോ വിറ്റത് അതിൻ്റെ CII മൈനസ് ഏത് ഇയറിലാണോ വാങ്ങിയത് അതിൻ്റെ CII. ആ ഒരു പ്രൊപ്പോർഷനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിനെയും നമ്മൾ ഇൻഡെക്സ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെയും ഇതുപോലെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു CII ഓഫ് ദി ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഇസ് സോൾഡ്. അതുപോലെ തന്നെ അത് ന്യൂമറേറ്റർ എപ്പോഴും അങ്ങനെയാണ് വരിക. CI ഓഫ് ദി അപ്പോൾ 2019-20ലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് നിങ്ങളുടെ ന്യൂമറേറ്റർ ആയിട്ട് വരിക. ഡിനോമിനേറ്റർ ആയിട്ട് CII ഓഫ് ദി ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ടുക്ക് പ്ലേസ്. അപ്പോൾ ഇത്രയുമാണ് ഇൻഡെക്സേഷൻ്റെ ഫോർമുല വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് അടുത്ത ഒരു ക്ലിപ്പിൽ കടന്നാൽ മതി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, നോട്ട് ഡൗൺ ചെയ്യുക. ഇത്രയും മനസ്സിലാക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്ലിപ്പിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, സീ യു, ബൈ.